ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തുന്ന വെല്ലുവിളികൾ. വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് ഒരു ആംഗല സാഹിത്യകാരൻ എഴുതിയിട്ടുണ്ട്. അതായത് എല്ലായ്പ്പോഴും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് മനുഷ്യർ, പ്രത്യേകിച്ച് പുരുഷന്മാർ എന്ന് ഞാനിവിടെ എടുത്തു പറയട്ടെ. അതുകൊണ്ടാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്ര അധികം ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടി വരുന്നത്. ഒരുപാട് ആശങ്കകൾ, ഒരുപാട് വ്യഥകൾ, കേൾക്കുന്നവർക്കൊക്കെ ആകുലതകളും. കാരണം ഇതെന്നെപ്പറ്റി ചിന്തിക്കുമോ, അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച് പിരിഞ്ഞവർക്കും അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ആകുലതകളാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയുള്ള ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന ചിന്തകളാകും ആ മേഖലയിലുള്ള സ്ത്രീകൾ അധികം പേരും അനുഭവിക്കുന്നത്. അപ്പം എന്താണ് ഈ മേഖല നമ്മളെ കൊണ്ട് ഇത്രയധികം ചിന്തിപ്പിക്കുന്നത്? ഇതിൻ്റെ ഒക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാനും ആ കമ്മിറ്റിയുടെ റിസൾട്ട്, അതിപ്പോഴൊന്നും അല്ല പുറത്തു വന്നത്. കമ്മിറ്റിയെ രൂപീകരിച്ചത് നമുക്കറിയാം, നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ്. കമ്മിറ്റി രൂപീകരിച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ 2019 പുറത്തു വന്നതാണ്. റിപ്പോർട്ടിന് പുറത്ത് ഗവൺമെൻറ് അടയിരുന്നതിന് ഒരുപാട് കാരണങ്ങളും കാണും. പക്ഷേ ഇപ്പോൾ കുഞ്ചുകുറുപ്പേട്ടൻ, മനോരമയിലെ കുഞ്ചുകുറുപ്പേട്ടൻ പറഞ്ഞതാണ് എനിക്ക് വളരെ സരസമായി തോന്നിയത്, എന്നെ സ്ട്രൈക്ക് ചെയ്തു. അത് എന്താണ് പറഞ്ഞത് എന്നല്ലേ, സിനിമാ മേഖലയിൽ സർക്കാർ നിരന്തരം ഇടപെടൽ നടത്തിയെന്ന് മന്ത്രി സജി ചെറിയാൻ. അപ്പോൾ അതിന് കുഞ്ചുകുറുപ്പേട്ടൻ പറയുന്ന റിപ്ലൈ ആണ്, വാതിലിൽ നിരന്തരം മുട്ടി എന്ന് പറയാം. വളരെ രസകരമായി തോന്നി എനിക്കത്. കാരണം 2019 നടിയെ ആക്രമിച്ച അതേ ദിവസം മുതൽ വളരെ ശക്തമായ നടപടി ഗവൺമെൻറ്റിൽ നിന്ന് നാം പ്രതീക്ഷിച്ചതാണ്. അത് മാത്രവുമാണോ, എത്ര ഹീനമായ ഒരു കർമ്മമായിരുന്നു ആ മനുഷ്യൻ. അയാൾ ഒരു നടനാണ്, അയാൾ അഭിനയിച്ചിരുന്ന സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അയാളുടെ ജീവിതം തന്നെ നമുക്കറിയാം ഏതു തരത്തിലുള്ള ഒരു ജീവിതമാണ്, ആരുടെയൊക്കെ ജീവിതം കീഴ്മേൽ മറിച്ച ജീവിതമാണ് അയാളുടെ ജീവിതം എന്ന് നമുക്കറിയാം. അപ്പോൾ അയാളുടെ കൂടെ പ്രവർത്തിച്ച, അതായത് സഹപ്രവർത്തകയായ ഒരു നടിയെയാണ് സ്വന്തം ഇംഗിതത്തിന് കിട്ടുന്നില്ല എന്ന് വന്നതുകൊണ്ടായിരിക്കണമല്ലോ കൊട്ടേഷൻ കൊടുത്ത് ആ നടിയെ പരസ്യമായി പീഡിപ്പിക്കുക മാത്രമല്ല, പീഡിപ്പിച്ച് അതിൻ്റെ വീഡിയോ പകർത്തുക, ആ വീഡിയോ നിരവധി പേരിലേക്ക് അയച്ചു കൊടുക്കുക, അങ്ങനെ ആ നടിയെ നിരന്തരം മാനഭംഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാണ് ചെയ്തത്. അതായത് ഏകദേശം വിവാഹം അടുപ്പിച്ചിരുന്ന ഒരു നടിയാണ് എന്നുകൂടി ഓർക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു നടിയെ ഇങ്ങനെ നിരന്തരമായി മാനഭംഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക വീഡിയോ വഴിയായിട്ട്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നൊക്കെ, ഒരു ജീവിതത്തെ എത്രമാത്രം ഇരുട്ടുകൊണ്ട് മൂടാം എന്ന ധാരണയോട് കൂടിയാണ്, എന്ന മനസ്സിലാക്കലോട് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ആ വൃത്തികെട്ട നടൻ അങ്ങനെ അത്തരം ഒരു വൃത്തികെട്ട നാടകത്തിന് അരങ്ങൊരുക്കിയത്. അതിനുശേഷം എനിക്കറിഞ്ഞുകൂടാ ഈ നാട്ടിലെ എത്ര പേർ അയാളുടെ സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന്. എനിക്ക് അയാളുടെ മുഖം കാണുന്നത് പോലും അറപ്പാണ്. അയാളുടെ പേര് പറയാൻ പോലും എനിക്കിഷ്ടമില്ല. അയാൾക്ക് എന്ത് സംഭവിക്കുന്നു, അയാൾ എവിടെ സിനിമ ചെയ്യുന്നു, അത് എന്തോ ഇപ്പോഴും അയാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആരാധനാവൃന്ദം കൂപ്പുകയുമായി നിൽക്കുന്ന രംഗങ്ങൾ കാണാറുണ്ട് എന്ന് കേൾക്കുന്നു. അത് കേൾക്കുമ്പോൾ ആ ആരാധകരോടും എനിക്ക് അറപ്പ് തന്നെയാണ് തോന്നുന്നത്. അതായത് ബുദ്ധിമാന്ദ്യം ബാധിച്ചവരായിരിക്കണം അത്തരക്കാരെ ആരാധിക്കുകയും അത്തരക്കാരുടെ ആരാധകരാണ് എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ കേസ് കോടതിയിലെത്തിയപ്പോൾ തന്നെ അതിന് ശരിയായി കുറ്റവാളിയെ ശിക്ഷിക്കുമെന്നും ആ ശിക്ഷ കഴിഞ്ഞ് അയാൾ ഒരിക്കലും പുറത്തിറങ്ങി വരികയില്ലെന്നുമാണ് ധരിച്ചിരുന്നത്. പക്ഷേ അതൊന്നുമല്ല സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 2019 മുതൽ ഇന്ന് വരെ, 2019 ശേഷമാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത്. കമ്മിറ്റി രൂപീകരിച്ച ആദ്യഘട്ടത്തിലൊക്കെ പല നടിമാരും വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ പ്രതികരണ ശേഷിയെ പതുക്കെ കവർന്നെടുക്കത്തക്ക ശക്തമാണ് ഈ പറയപ്പെട്ട സിനിമാ ലോകത്തിൻ്റെ കരങ്ങൾ എന്ന് പതുക്കെ നമുക്ക് മനസ്സിലാവുകയായിരുന്നു. അപ്പോൾ പതുക്കെ മനസ്സിലാവുകയായിരുന്നു എന്ന് വെച്ചാൽ, ആദ്യം അത്തരം അതിക്രമങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ശബ്ദം താനെ കെട്ടടങ്ങുന്ന ഒരവസ്ഥയാണ് പിൽക്കാലത്ത് നാം കണ്ടത്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പുറത്തു വന്നേ തീരൂ എന്ന് ആർക്കും നിർബന്ധമില്ലാത്തതുപോലെയുള്ള ഒരവസ്ഥ. ഒരുപക്ഷെ ഈ സിനിമാ മേഖലയിൽ അകപ്പെട്ടു പോയവർക്ക് ഒരിക്കലും രക്ഷയില്ല എന്ന ധാരണ ഉയർന്നു വന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ ആ ധാരണ അവരെ അധീരരാക്കിയത് കൊണ്ടാകാം പിന്നീട് അതിനെതിരെ ശബ്ദിക്കാനോ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ആവശ്യപ്പെടാനോ അങ്ങനെയുള്ള കുറ്റവാളികളുടെ പേര് ധൈര്യത്തോടുകൂടി പുറത്തു പറയാനോ ആരും മുന്നോട്ട് വരാത്തത്. പേര് പറഞ്ഞവർ തന്നെ പുറത്തു വരില്ല എന്ന ഉറപ്പോടുകൂടി, ആ പേര് കമ്മിറ്റി റിപ്പോർട്ടിൽ വരില്ല, പുറത്തു വരില്ല എന്ന ധൈര്യം ഉറപ്പോടുകൂടി മാത്രമാണ് കൊടുത്തത് എന്നും നാം മനസ്സിലാക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്, എവിടെ തുടങ്ങണം? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. എങ്കിലും അതിന് ഒരു പരിധി വരെയെങ്കിലും ഒന്ന് പൂട്ടിടാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് സിനിമയിൽ എത്തിപ്പെട്ട ഒരു പെൺകുട്ടി, മുറിക്കകത്ത് കയറി വാതിലടച്ചു കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനല്ല നാം ശ്രമിക്കേണ്ടത്. ഒരു പെൺകുട്ടിയും അങ്ങനെ സിനിമ എന്ന മായിക ലോകത്തേക്ക് വെറുതെ എത്തിപ്പെടരുത്. അതായത് അന്ധമായ വിചാരങ്ങളോടും വിശ്വാസങ്ങളോടും കൂടി എത്തിപ്പെടരുത്. എന്തും സംഭവിക്കാം എന്ന് വിചാരിച്ച് ധൈര്യത്തോടു കൂടി, അല്ലെങ്കിൽ സംഭവിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്നവർ ചെല്ലട്ടെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താണ്, അതായത് പെൺകുട്ടികളെ ധൈര്യവതികളാക്കി വളർത്താൻ നാം എന്താണ് ചെയ്യേണ്ടത്? സൗന്ദര്യം വിൽക്കപ്പെടേണ്ട ഒരു ചരക്കല്ല. സൗന്ദര്യം അതിമനോഹരമായി വളർത്തപ്പെടേണ്ടതും ആസ്വദിക്കപ്പെടേണ്ടതുമായ കാര്യമാണ്. അതല്ലാതെ അത് ആർക്കെങ്കിലും ഒരു വസ്തുവായിട്ട് വിൽക്കപ്പെടേണ്ട ഒന്നല്ല. അപ്പോൾ കുട്ടികൾ സുന്ദരികളാകട്ടെ, വിരൂപകളാകട്ടെ, സാധാരണക്കാരാകട്ടെ, ആരുമാകട്ടെ, കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് സ്വഭാവ രൂപീകരണത്തിൻ്റെ, പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ, സ്വഭാവ രൂപീകരണം അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെ സ്വഭാവ രൂപീകരണം തുടങ്ങുകയാണ്. അതുകൊണ്ടാണല്ലോ ഗർഭിണികളുടെ ചിന്ത, ഗർഭിണികൾ കഴിക്കുന്ന ആഹാരം, ഇതൊക്കെ ഗർഭസ്ഥ ശിശുവിൻ്റെ സ്വഭാവത്തെയും ആരോഗ്യത്തെയും ബുദ്ധിയെയും ഒക്കെ ബാധിക്കും എന്ന് ഭിഷഗ്വരന്മാർ നമ്മളോട് ആഹ്വാനം ചെയ്യാറുള്ളത്. അങ്ങനെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമായി കഴിയുമ്പോൾ മുതൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് കുട്ടികളെ, അതായത് അവരുടെ സ്വഭാവ രൂപീകരണം, അവരവരുടെ എല്ലാ തരത്തിലുമുള്ള പരിരക്ഷ, അവരെങ്ങനെ വളരണം, അവരെങ്ങനെയാണ് ലോകത്തെ ജയിച്ച് കീഴടക്കേണ്ടത്. ലോകത്തെ ജയിച്ച് കീഴടക്കാൻ സൗന്ദര്യമല്ല ഉപയോഗിക്കേണ്ടത്. ലോകത്തെ ജയിച്ചു കീഴടക്കാൻ ആര് ശ്രമിക്കുന്നുവോ അവർ ശ്രമിക്കേണ്ടത് അവരുടെ ബുദ്ധിവൈഭവം കൊണ്ടും വിദ്യ കൊണ്ടുമാണ്. ഈ ബുദ്ധിവൈഭവവും വിദ്യയും അത് വേണ്ട രീതിയിൽ പരിപാലിക്കാനാണ് ആരോഗ്യകരമായ ആഹാരവും അമ്മയുടെ പാലും കുട്ടികൾക്ക് നൽകണമെന്ന് പറയുന്നത്. ആ ആരോഗ്യകരമായ രീതിയിൽ പരിപാലിക്കപ്പെട്ടാൽ ബുദ്ധിപരമായി കുട്ടികൾ നന്നായി വളരും. ബുദ്ധി വികസിക്കുന്നു എങ്കിൽ തീർച്ചയായും വിദ്യയും അതോടൊപ്പം തന്നെ വികസിച്ചു വരും. അങ്ങനെ വിദ്യ അഭ്യസിച്ച ഒരു കുട്ടി, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് നമ്മുടെ മഹാകവി കുമാരനാശാൻ എഴുതിയത് വെറുതെ അല്ല. അത് സർവധന, അത് എല്ലാ മതങ്ങളും, ക്രിസ്തു മതവും അത് തന്നെ പഠിപ്പിക്കുന്നു. അത് തന്നെയാണ് ഭഗവത്ഗീതയും അതുപോലെ തന്നെ ഖുറാനും പഠിപ്പിക്കുന്നത്. സർവ്വ മതങ്ങളും പഠിപ്പിക്കുന്നത് വിദ്യാധനത്തോളം വന്ന മറ്റൊരു ധനം ഇല്ലെന്ന് തന്നെയാണ്. അപ്പോൾ ആ ധനം വിളമ്പിക്കൊടുക്കുക, അത് അമ്മ തൊട്ട് അച്ഛൻ തൊട്ട് കുടുംബത്തിൽ നിന്ന് തുടങ്ങിയാണ് വിദ്യാധനം പകർന്നു കൊടുക്കേണ്ടത്. അങ്ങനെ വിദ്യാധനം പകർന്നു കൊടുക്കുമ്പോൾ വിദ്യാധനത്തിൻ്റെ വിവിധ ശാഖോപശാഖകളിലൂടെ അവർക്ക് വളർന്ന് പന്തലിക്കാൻ പറ്റും. ചിലർ സംരംഭകരാകാം, ചിലർ ശാസ്ത്രജ്ഞരാകാം, ചിലർ ഡോക്ടർമാരാകാം, ചിലർ പ്രൊഫസർമാരാകാം. അങ്ങനെ വിവിധ ശാഖകളിലേക്കാണ് അവർ വളർന്ന് പന്തലിക്കുന്നത്. അപ്പോൾ സിനിമാ മേഖലയിലേക്കും പോകുന്നവരുണ്ടാകാം. അങ്ങനെ പോയി അപ്പോൾ സൗന്ദര്യം കാരണം കൊണ്ട് സിനിമ ലോകത്തേക്ക് എത്തിപ്പെടാൻ അങ്ങനെ ഒരു പ്രേരക ശക്തിയായി മാതാപിതാക്കൾ ഒരിക്കലും മാറരുത്. അവിടെയുള്ള അപകട സാധ്യതകൾ അവർക്കെല്ലാം അറിയാം. അപകട സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ എന്തിനാണ് പണത്തോടും പ്രതാപത്തോടും ഇത്ര ആർത്തി മനുഷ്യർക്ക്? സെൻ പറയുന്നുണ്ട്, സെൻ ഒരു തത്വചിന്തകനായ സെൻ പറയുന്നുണ്ട്,
സർവ്വതും ത്യജിച്ചാൽ സർവ്വതും ലഭിക്കും എന്ന്. അപ്പോൾ അതിനെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു ചൊല്ലാണ് സർവ്വതും ത്യജിച്ചാൽ സർവ്വതും ലഭിക്കും എന്ന് പറയുന്നത്. ഇപ്പോൾ സിനിമാ ലോകത്തേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ നേരായ അർത്ഥം എടുക്കുകയാണെങ്കിൽ അവിടെ സർവ്വതും ത്യജിച്ചാൽ സർവ്വതും ലഭിക്കും എന്നുള്ളത് ആ അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. എല്ലാം വെടിയാൻ തയ്യാറായിട്ട് സിനിമാ ലോകത്തേക്ക് ചെല്ലുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിക്ക് പ്രശസ്തിയും പിന്നെ എന്താ പറയുക കഥാപാത്രങ്ങളും ഒക്കെ ഇഷ്ടം പോലെ വരും. പക്ഷേ സർവ്വതും ത്യജിച്ചിരിക്കണം എങ്കിൽ മാത്രമേ ലഭിക്കൂ എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം സർവ്വതും ത്യജിച്ച് സർവ്വതും ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്വന്തം വ്യക്തിത്വം എന്ന് പറയുന്നത് എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? ആ വ്യക്തിത്വം അടങ്ങിയിരിക്കുന്നത് എന്തിലാണ് എന്ന് കൃത്യമായി ധരിച്ചിട്ടുള്ളവർ തൻ്റെ അവകാശം അനുവാദം കൂടാതെ തൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ ആരെയും അനുവദിക്കുകയില്ല. അങ്ങനെ കൈവയ്ക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും മാതാപിതാക്കൾ തന്നെ കുട്ടികളെ ബോധ്യപ്പെടുത്തണം. എനിക്കറിയാം, ഞാൻ വിമൻസ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് പെൺകുട്ടികൾ വളരെ എന്താ പറയുക, എന്നെ സംബന്ധിച്ച് വളരെ മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ച് വിമൻസ് കോളേജിൽ എത്തുമായിരുന്നു. ഞാൻ എൻ്റെ കണ്ണിൽ അത്തരം കുട്ടികളെ പെട്ടാൽ അവരെ വിളിച്ച് അടുത്ത സ്നേഹത്തോടെ വിളിച്ച് അടുത്തു വരുത്തും. എന്നിട്ട് ഇയാൾ എങ്ങനെയാണ് ഇത്തരം വസ്ത്രം ധരിച്ച്, ഇങ്ങനെ വസ്ത്രം ധരിച്ചാൽ മതിയോ? ഇത് ഒരു പക്വമായ വസ്ത്രധാരണ രീതി അല്ലല്ലോ. ഭംഗിയിൽ വസ്ത്രം ധരിക്കണമെങ്കിൽ വേറെ എന്തെല്ലാം തരത്തിൽ ധരിക്കാൻ പറ്റും എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ഉത്തരം, അത് ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് വരുന്നത്, അല്ലെങ്കിൽ കാറിലാണ് വരുന്നത്, അപ്പോൾ കോളേജിൽ ഇറങ്ങും, അങ്ങനെ ആണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോഴും ഞാൻ ചോദിക്കും, ശരി, നേരെ വീട്ടിൽ നിന്ന് നേരെ ഒരു ഹെലികോപ്റ്ററിൽ കോളേജിൽ ഇറങ്ങുകയാണ് എങ്കിൽ പോലും നമ്മൾ കോളേജിൽ വന്നു കഴിഞ്ഞാൽ നിരവധി പെൺകുട്ടികളുടെ തന്നെ കാഴ്ചവസ്തുവായി മാറും. അവരൊക്കെ ഇത് ശ്രദ്ധിക്കും, അവർക്കിത് അനുകരിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. അങ്ങനെ അനുകരിച്ച് വസ്ത്രം ധരിക്കുന്ന വേറൊരു പെൺകുട്ടി ഒരുപാട് കിലോമീറ്ററുകൾ ബസ്സിലൂടെ യാത്ര ചെയ്ത് കോളേജിൽ എത്തുന്ന കുട്ടിയായിരിക്കാം. അപ്പോൾ അതിൻ്റെ താൻ ധരിച്ചു കൊണ്ടുവരുന്ന ഈ അപക്വമായ വസ്ത്രധാരണ രീതിയുടെ കരിനിഴൽ ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് വന്നെന്ന് വരാം. അല്ലെങ്കിൽ ആ കുട്ടിയെ കണ്ടിട്ട് വിരളി പിടിച്ചവർ മറ്റു വല്ലവരെയും, പാവപ്പെട്ട കുട്ടികളെ, അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരെ കയറി ഉപദ്രവിച്ചു എന്ന് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും പക്വമായി വസ്ത്രം ധരിക്കാൻ നമ്മളുടെ പെൺമക്കളെ, ആൺമക്കളെ ആണെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പഠിപ്പിക്കണം. ഇതൊക്കെ കൗമാരപ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ പക്വമായ വസ്ത്രധാരണം തന്നെ പക്വമായ സ്വഭാവത്തിൻ്റെ ഒരു ആധാരശിലയാണ്. അങ്ങനെ പഠിച്ചു വരുന്ന പെൺകുട്ടികൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഓരോന്നിൻ്റെ ന്യായാന്യായങ്ങൾ, ഓരോ മേഖലയിലേക്ക് കടന്നു ചെന്നാൽ ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ, അതിനെയൊക്കെ വെല്ലുവിളിച്ച് അതിനെയൊക്കെ തൻ്റെ ഇടത്തോടെ ഫേസ് ചെയ്ത് മുന്നേറാം എന്ന ധൈര്യമുണ്ടെങ്കിൽ അവർ കടന്നു പോകട്ടെ. ആ ധൈര്യമില്ലാത്തവർക്ക് ആണ് ഇത്തരം മേഖലകളെ ഭയപ്പാടോടെ കാണേണ്ടി വരുന്നത്. അതായത് തന്നെ ഉപദ്രവിക്കാൻ വന്നവരെ ആട്ടിപ്പായിച്ചിട്ട് എനിക്ക് അവസരം വേണ്ട എന്ന് പറഞ്ഞ് കടന്നുപോയ ആൾക്കാരെയും നമുക്കറിയാം. നാം അങ്ങനെയുള്ളവരെയും കേട്ടിട്ടുണ്ട്. മറിച്ച് അകപ്പെട്ടു പോകുന്നവരുണ്ട്. അതായത് അവിടെ തന്നെ നാം അമ്മയെപ്പോലെ, അതായത് ഒരു കൊച്ചു പെൺകുട്ടി നടിയാകാനുള്ള മോഹത്തിൽ അവൾക്ക് അവസരങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ച് ചെല്ലുമ്പോൾ അവളുടെ അമ്മയാകാനോ മുത്തശ്ശിയാകാനോ പ്രായമുള്ളവർ അവിടെ ഇരുന്ന് തന്നെ അവളെ ആശ്വസിപ്പിച്ച് ഇതൊന്നും കാര്യമാക്കാനില്ല എന്ന് പറഞ്ഞ് അവിടെയും നാം ആ സെൻമൊഴി ഓർക്കുകയാണ്, സർവ്വതും ത്യജിച്ചാൽ സർവ്വതും ലഭിക്കും. ഈ പറയപ്പെട്ട ഈ മുത്തശ്ശി പ്രായത്തിലുള്ള സ്ത്രീയൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുത്തി നേടിയവളാണ്. അപ്പോൾ അവർക്ക് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല, ഇനി അവർക്ക് കിട്ടാനേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഉള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അരുനിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു അപകട സാധ്യതകളിലേക്കും നാം പെൺകുട്ടികളെ തള്ളി വിടരുത്. എന്ന് വെച്ച് സിനിമ ഇൻഡസ്ട്രി വേണ്ടെന്ന് വെക്കണം. അതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. വലിയ ഇൻഡസ്ട്രിക്ക് മര്യാദ വേണ്ടെന്നില്ലല്ലോ. മര്യാദ പുലർത്തിക്കൊണ്ട്, അതായത് അതിനകത്തുള്ള സ്ത്രീ പുരുഷന്മാരായ എല്ലാ പങ്കാളികൾക്കും അതിനകത്ത് പങ്കെടുക്കുന്ന ആ ഇൻഡസ്ട്രിയെ ഒരു ഇൻഡസ്ട്രിയാക്കി വളർത്താൻ സഹായിക്കുന്ന, അതിൻ്റെ ലാഭക്കൊയ്ത്തിലേക്ക് കാഴ്ചവെക്കുന്നവർ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരോട് അവരെങ്ങനെയായിരിക്കണം, അവർക്ക് തീർച്ചയായിട്ടും അവരുടെ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ അതായത് വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന നിലനിൽപ്പ്. അങ്ങനെയുള്ള ഒരു നിലനിൽപ്പിന് ആവശ്യമായത് എന്തൊക്കെയാണ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത്? ഒരു ട്രൈബ്യൂണൽ വരുമെന്ന് പറയുന്നു.
അങ്ങനെ ഒരു ട്രൈബ്യൂണൽ വരുവാണെങ്കിൽ ആ ട്രൈബ്യൂണലിൻ്റെ മുൻപിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ, അതായത് അനുദിന എന്താ പറയുക, ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട അനുദിന ജീവിതത്തിൽ അവർക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ, സുരക്ഷ, ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന നയങ്ങൾ ആ ട്രൈബ്യൂണലിനകത്ത് നിർവചിക്കപ്പെടണം. അതിനനുസരിച്ച് അതൊക്കെ, അതുപോലെ തന്നെ ഈ ട്രൈബ്യൂണൽ എങ്ങനെ പ്രവർത്തിക്കുന്നതിൽ ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിന്നാൽ ആർക്കും അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റില്ല. കൂടെ വന്ന ഒരു പുതിയ നടിയാകട്ടെ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത നടിയാകട്ടെ, ആ നടിക്ക് ഹിതകരമല്ലാത്ത ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നു, അവൾക്ക് നേരെ ഒരു കയ്യേറ്റം ഉണ്ടാകുന്നു എന്ന് വന്നാൽ അവരെല്ലാവരും ഒന്നിക്കണം. ഞങ്ങൾ ആരും സിനിമയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ്, ഞങ്ങളെല്ലാം ഗുഡ് ബൈ പറയും എന്ന് പറഞ്ഞ്, ഒരു സിനിമയുമായി കോപ്പറേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒറ്റക്കെട്ടായി നിൽക്കണം. ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഈ പുരുഷവർഗമൊക്കെ അവരെത്ര ശക്തരെന്ന് പറഞ്ഞാലും അവർ തല താഴ്ത്താതെ ഒരു രക്ഷയുമില്ല. അങ്ങനെ യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നുള്ളത് വെറുതെ പഠിപ്പിച്ചിട്ടുള്ളതല്ല. എവിടെയൊക്കെ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നുവോ അവിടെയൊക്കെ വിജയം സുസാധ്യമാണ് എന്നതുകൊണ്ടാണ് യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് തന്നെ, മാനം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആ വ്യവസായത്തിൽ നിൽപ്പുറപ്പിക്കാനൊക്കുമെന്ന് മാത്രമല്ല, അവർക്ക് അർഹമായ രീതിയിലുള്ള വേതനം നേടിയെടുക്കുകയും ചെയ്യാം. ഇത് ഒരുമയില്ലാത്തത് കൊണ്ടാണ്, കാലുവാരലുകൾ നടക്കുന്നത് കൊണ്ടാണ് അഭിമാനം സംരക്ഷിക്കാൻ കഴിയാത്തത്. വേതനത്തിൽ വലിയ തുല്യതയില്ലെന്ന് മാത്രവുമല്ല, വലിയ വ്യത്യാസമുള്ളത്. പുരുഷന്മാർ കോടികൾ വാങ്ങുമ്പോൾ സ്ത്രീകൾ ലക്ഷങ്ങളിലോ ആയിരങ്ങളിലോ ഒതുക്കേണ്ടി വരുന്നത് ഈ ഒരുമയില്ലായ്മ കൊണ്ടാണ്. യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നുള്ളത് മുറുകെ പിടിച്ചാൽ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ സ്ത്രീകൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ ആ നടിയെ ഉപദ്രവിച്ച ആ കശ്മലനെ എത്രയും നേരത്തെ കോടതി തന്നെ ശരിയായിട്ടും അവന് കൊടുക്കേണ്ട ശിക്ഷ കോടതി നിശ്ചയിക്കട്ടെ, പക്ഷേ കടുത്ത ശിക്ഷ തന്നെ. കാരണം ഈ യുവസമൂഹത്തിൻ്റെ മുൻപിൽ യുവാക്കളെ മുഴുവനും വഴിതെറ്റിക്കുന്ന ഇങ്ങനെയൊക്കെ ചെയ്താലും കോടതി അവസാനം ഞങ്ങൾക്ക് ഈ ചെറിയ ശിക്ഷയെ തരൂ, അയാൾ ഇപ്പോഴും വിലസി നടക്കുകയാണ്, അപ്പം ഞങ്ങൾക്കും ഇതുപോലെ വിലസി നടക്കാം എന്ന ഒരു ചിന്താധാര യുവാക്കളിൽ ഉണ്ടാക്കാൻ പാടില്ല. ഇത്തരം തെറ്റുകൾ ചെയ്താൽ അത് സമൂഹവും ഗവൺമെൻറ്റും, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതാണ് കുഞ്ചുകുറുപ്പിനെ ഞാൻ എടുത്തു കാണിച്ചത്. ഗവൺമെൻറ് തന്നെ 2019 മുതൽ ഇതുവരെ എല്ലാ പ്രാവശ്യവും നടനോട് കൂടിയാണ് നിന്നത്. നേരെ നടനോട് കൂടി നിൽക്കുന്നു എന്ന് പറയുന്നില്ല, പക്ഷെ പരോക്ഷമായി പല രീതികളിലൂടെ പൊതുജനത്തിനത് മനസ്സിലാകത്തക്ക രീതിയിലാണ് നിന്നിട്ടുള്ളത്. അതായത് അവൻ്റെ കയ്യിൽ കോടികൾ, പിന്നെ സർക്കാരിൻ്റെ പോക്കറ്റുകളിലേക്ക്, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ പോക്കറ്റിലേക്ക് കോടികൾ എറിഞ്ഞു കൊടുക്കാനുണ്ട്. അങ്ങനെ കോടികൾ എറിഞ്ഞു കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ അവൻ എന്ത് കാണിച്ചാലും അതിനൊക്കെ ശിക്ഷ ഇളവും ലഭിക്കും. ആ ശിക്ഷ ഇളവാണ് ഈ വർഷങ്ങളിലൊക്കെ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷേ ഓർക്കണം, നേർബുദ്ധിയുള്ള, അതായത് ബുദ്ധിഭ്രമം ബാധിക്കാത്ത ഒരു മനുഷ്യൻ്റെ മനസ്സിലും അത്തരം ഒരു നടൻ, അതായത് അവൻ ചെയ്ത ആ ഹീനകൃത്യം പ്രത്യേകം ഓർമ്മിക്കണം. വർക്കർ സ്വന്തം ഇൻഡസ്ട്രിയിൽ തന്നോടൊപ്പം തൻ്റെ നായികയായിട്ടുമൊക്കെ പലവട്ടം പ്രവർത്തിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയോടാണ് അത്ര ഹീനം എന്ന് പറഞ്ഞാൽ, പൈശാചികം എന്ന് പറഞ്ഞാൽ പോലും പോരാത്ത അത്ര ഹീനമായ, അതായത് വീഡിയോയിലെടുത്ത് ആ വീഡിയോ ആരൊക്കെ ആവർത്തിച്ച് കാണുന്നുവോ അപ്പോഴൊക്കെ അവൾ വീണ്ടും വീണ്ടും റേപ്പ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ ഓർക്കണം, അത്ര ഹീനമായ ഒരു കർമ്മം ചെയ്തവനെ ചേർത്ത് പിടിച്ച ഗവൺമെൻറ് LDF ഗവൺമെൻറ് ആണോ എന്നാണ് എനിക്ക് സംശയം തോന്നുന്നത്. കാരണം എന്താണ് മാർക്സ് ചെയ്തത്? മാർക്സ് ചൂഷിതരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും ഒക്കെ എഴുതിയത്. ഏത് തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നു? എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്കറിയാമോ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്ത് ഗർഭിണികളായ സ്ത്രീകൾ പോലും 16 മണിക്കൂർ ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ചൂഷണം അനുഭവിച്ചിരുന്നത് സ്ത്രീകളായിരുന്നു. ആ സ്ത്രീകളെ, അതുപോലെ 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കൊച്ചുകുട്ടികൾ 10-12 മണിക്കൂർ വരെയൊക്കെ ഒരു ബട്ടൺ തിരിക്കുക, അതായത് ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അതിൻ്റെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. ഇത്തരം കർമ്മങ്ങളിലൊക്കെ പെടുമ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മെഷീൻ, അതിന് ഫെൻസിങ് ഒന്നുമില്ല. അപ്പോൾ ഈ 5, 6, 8 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും കൊച്ചു കുട്ടികൾ ആഹാരം ഇല്ല, വിശ്രമമില്ല, അവർ ഉറങ്ങി ആ മെഷീനിലേക്ക് വീഴും. അവർ ഛന്ന ഭിന്നമായി ചെതറിപ്പോകും. അതൊക്കെ മാർക്സ് ജർമ്മൻകാരനായിരുന്നു. ജർമ്മൻകാരനായ മാർക്സ്
ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ വായിക്കാനും പഠിക്കാനും എത്തിയതാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പീക്ക് പീരീഡിൽ ആ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ നിന്ന് വ്യവസായ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ഇത്തരം കർമ്മങ്ങൾ നേരിട്ട് കണ്ടിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം മനസ്സ് മരവിച്ച് ചങ്ക് തകർന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി ജനങ്ങളെ, അതായത് ഈ തൊഴിലാളികളെ, ഇങ്ങനെ ചൂഷിതരാകുന്ന തൊഴിലാളികളെ ഒന്നിച്ചു നിർത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൻ്റെ നല്ല കാലവും ഒക്കെ അദ്ദേഹം ചെലവഴിച്ചത്, മരണം വരെയും അദ്ദേഹം ചെലവഴിച്ചത് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തൊഴിലാളികൾ ആണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിലും ചൂഷിതരാക്കപ്പെടുന്ന സ്ത്രീകൾ എന്ന കാര്യം ആരും മറക്കരുത്. പ്രത്യേകിച്ചും ഒരു LDF ഗവൺമെൻറ്, ആ പേര് ചാർത്തി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ഗവൺമെൻറ് ആണെങ്കിൽ അത്യാവശ്യമായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് ആ ഇൻഡസ്ട്രിക്ക് കടിഞ്ഞാണിടണം. പൂട്ടിടണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജീവനോപാധി നൽകുന്ന ഒരു വ്യവസായമാണത്. പക്ഷേ ആ വ്യവസായത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോകണം. അത് ഈ സമൂഹത്തിന് ചീത്ത ഒരു മുദ്രയായി മാറരുത്. അത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആദർശനിഷ്ഠമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു മേഖലയായി മാറണം. ഇപ്പോൾ നേരെ തിരിച്ചാണ്. പല സിനിമകളുടെയും ചെറിയ ഇത് കണ്ടാൽ പോലും നമുക്ക് അറപ്പ് തോന്നും. കാരണം കൊള്ളയും കൊള്ളിവയ്പും പിന്നെ ഇത് മദ്യപാനവും മയക്കുമരുന്നും എന്ന് വേണ്ട എല്ലാ കൊള്ളരുതായ്മകളും ഇപ്പോഴത്തെ സിനിമകളിലുണ്ട്. അതിനൊക്കെ എന്നിട്ട് വലിയ കയ്യടിയും കിട്ടുന്നു. ഇങ്ങനെ കയ്യടി കിട്ടി എന്താണ് വേണ്ടത്? കേരളം അധികം താമസിയാതെ ഒരു മയക്കുമരുന്ന് വ്യാപാര വിപണന ഉപയോഗ കേന്ദ്രമായി മാറും. അതിപ്പോൾ തന്നെ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കണം. പൊതുസമൂഹം നിലപാടെടുക്കണം. സിനിമാ രംഗത്തിന് കടിഞ്ഞാണിടണം. അവിടെ സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, ദുസ്വാതന്ത്ര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മാന്യയായ ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണം, അതിന് ജീവിക്കാനുള്ള അവസരം, അഭിനയിക്കാനുമുള്ള അവസരം അവൾക്ക് സിനിമാ മേഖലയിൽ ഉണ്ടാകണം, ആരെയും ഭയക്കാതെ.